महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। അതടാ, മുല്ലക്കൽ തറവാട് നല്ല തറവാടാണ്. അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കുന്ന തറവാട്. നിന്നെ പോലെ ഓയുടെ സമ്പാദ്യം കൊണ്ട് ചോറ് തിന്നുന്നതല്ല. ഞാൻ ഭാര്യയുടെ ചോറോ അടുത്ത വീട്ടിലെ ചോറോ ഞാൻ നിനക്കെന്ന് വേണം. ഞാൻ അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞില്ല. ഇനി നമ്മുടെ വീട്ടിൽ ചോറില്ലേ? ഓ മക്കളെ, ഞാനൊരു തമാശ പറഞ്ഞു. എടാ ചന്ദ്രപ്പ, എനിക്ക് കാട്ടുമോനെ കാശ് നമ്പൂരി കാണണം. ഞാനേ വേഗം പോകട്ടെ. കാശ് നമ്പൂതിരി കാശ് വരാനായി കാശിലേക്ക് പോയിരിക്കുകയാണ്. എന്നെ 3 മണിക്ക് വരാൻ പറഞ്ഞതാണ് ജോലിച്ച്. ഞാൻ പോകും. നീ മുടക്കാൻ നോക്കും. ഞാൻ കണ്ടിട്ട് മടങ്ങും. കാശിക്ക് പോയിരിക്കല്ലേ കാശ് വരാനായി? കാശ് വലുതല്ലേ? മാമന്റെ കാശ് ചെറുതല്ലേ? മാമൻ ബിസ്കനല്ലേ? പോയിട്ട് വരട്ടെ, നമുക്കിവിടെ കാത്തു നിൽക്കാം. മരമണ്ടൻ മാധവനുണ്ണി കാശ് നമ്പൂതിരി കാശ് വാങ്ങി കേസിലിട്ടിട്ടേ ഞഞ്ഞഞ്ഞഞ്ഞെന്ന് വല്ലതും പറഞ്ഞോ? പറയാൻ തിരുമേന്റെ വായ എന്താ പല്ലില്ലേ? എടാ ചന്ദ്രപ്പ, തിരുമേനി ഞങ്ങളോട് പറഞ്ഞ കാര്യം നിന്നോട് പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഓ വേണ്ട, പക്ഷേ സത്യം തുറന്നു പറയാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ വീട്ടുമുറ്റത്തെ കൂടോത്രം ചെയ്തത് ഞാനാണ്. എന്തൊരു ചിരിയാ! ഒരു ഈച്ച വായന്റെ ഉള്ളിൽ പോയോന്നൊരു സംശയം. ഈ വായിനകത്ത് എത്ര ഈച്ച പോയിട്ടുണ്ട് നിനക്കറിയോ? എനിക്കത് പ്രശ്നമല്ല. അയ്യേ, ഈച്ചകളോ? അച്ഛനെ ദിവസം ഈച്ചകളെ തിന്നുന്ന ചക്കിത്തേച്ചി ഈച്ചകളല്ല പൂച്ചകള്. എടാ, നിന്റെ വായിൽ ഈച്ച പോയോന്നൊരു സംശയമുണ്ട്. ഓ ഒന്ന് നിർത്തുവോ? പൂച്ചകളും ഈച്ചകളും പട്ടികളും എന്നൊക്കെ പറഞ്ഞു. ഓ മനുഷ്യന് ഇവിടെ മുള്ളിലാ നിൽക്കുന്നത്. ഓ ഞാൻ അനുഗ്രഹിച്ചു. ഒന്ന് എഴുന്നേൽക്കോ? എന്റെ മക്കളെ ഞാനൊരു ഉപമ പറഞ്ഞതാ. ഉപ്മാവല്ല ഉപമ, ഉദാഹരണം. ചക്കി ചേച്ചി, അവനൊന്നും അറിയില്ല, അവൻ കുട്ടിയാണ്. നീ എല്ലാവരും പട്ടിക്കുട്ടിയോ? ഓടി പൊട്ടി. ഓ ഒന്ന് നിർത്തുവോ? എവിടെ വന്നാണ് തമ്മിത്തരുന്നത് രണ്ടുപേരും. എടാ ചന്ദ്രപ്പ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീയേ വെക്കും, ഒരുപാട് വെക്കും. നീ നിന്റെ അടുക്കളയിൽ പോയിട്ടേ ചോറും കൂട്ടാനും വെക്കുകയായിരിക്കും. ചന്ദ്രപ്പ ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ ഭാര്യ സിംഗപ്പൂരിൽ പോയി സമ്പാദിക്കുന്നു. അപ്പൊ തന്റെ ഭാര്യ? എന്റെ ഭാര്യ വീട്ടിലിരിക്കുന്നു. ആരുടെ വീട്ടിൽ? അവളുടെ വീട്ടിൽ. ആ, ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞിരിക്കുന്നു, അതല്ലേ? പക്ഷെ ഞങ്ങളെ അതുപോലെ അതെ, എന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പോകുന്നു.